നമസ്കാരം. അതായത് വെസ്റ്റ് ബംഗാളിൽ BJP-യുടെ നേതൃത്വത്തിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തതോടുകൂടി ഈ വെസ്റ്റ് ബംഗാളിൽ കുടിയേറി പാർത്തിരുന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ മുഴുവൻ ആട്ടിപ്പായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ നിയമപരമായും അല്ലാതെയും ബംഗ്ലാദേശിലേക്ക് ആട്ടിപ്പായിക്കുകയാണ്. ഒരുപാട് വീഡിയോകൾ ഇവര് പലായനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ പലായനം ചെയ്യുന്ന വീഡിയോകളെല്ലാം യൂട്യൂബിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. ഇവര് ഹൈവേ വഴിയും എല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പോകുന്നത്. അവർക്ക് അനധികൃതമായി കിട്ടിയിട്ടുള്ള ആധാർ കാർഡുകളെല്ലാം വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഇവർ രക്ഷപ്പെടുന്നത്. കാര്യം ഈ മമതാ ബാനർജി സർക്കാർ 2011 മുതൽ വെസ്റ്റ് ബംഗാളിൽ അധികാരം നിലനിർത്താനായിട്ട് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ഊഴം വെച്ചിട്ട് ആധാർ കാർഡുകൾ വ്യാജ ആധാർ കാർഡുകൾ കൊടുക്കുകയും, അതായത് ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് വ്യാജ ആധാർ കാർഡ് കൊടുക്കുകയും അങ്ങനെയൊക്കെയാണ് അവരുടെ വോട്ട് കൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി പിടിച്ചിരുന്നത്. അപ്പൊ ഈ മമതാ ബാനർജിയുടെ സപ്പോർട്ട് ഇവർക്ക് കിട്ടാതായപ്പോ, അല്ലെങ്കിൽ ഇവരെ പുറത്താക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോ, അല്ലെങ്കിൽ ഇവരെ തുറുങ്കിലടയ്ക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോ പലായനം ചെയ്യുകയാണ്. അതായത് കുടുംബത്തോടു കൂടി 500 ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഗ്രാമത്തിൽ നിന്നും നേരെ ഇങ്ങോട്ടേക്ക് കുടിയേറി പാർത്തുകൊണ്ടിരുന്നത്. ഇവര് മൊത്തത്തിൽ ഇപ്പൊ തിരിച്ചു പോവുകയാണ്. അതായത് ഈ വെസ്റ്റ് ബംഗാളിന്റെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 5% ബംഗ്ലാദേശികളാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിൽ വരെ പെരുമ്പാവൂർ പോലത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള അവിടെ വരെ താമസിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവിടെ ജോലി എടുത്തുകൊണ്ടിരുന്നത് ഈ ബംഗ്ലാദേശികളാണ്. കാരണം അവർ ബംഗ്ലാദേശികളാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. കാര്യം അവർക്ക് ബംഗാളി ഭാഷ സംസാരിക്കാൻ അറിയാം. നമ്മളെല്ലാം വിചാരിക്കും അവര് ബംഗ്ലാദേശികൾ വെസ്റ്റ് ബംഗാൾക്കാരായിരിക്കുമെന്ന്. അവർക്ക് ഹിന്ദിയും യഥേഷ്ടം അറിയാൻ പറ്റും. അവരുടെ കയ്യിൽ ആധാർ കാർഡും ഉണ്ടാവും. കാര്യം മമതാ ബാനർജി വ്യാജ ആധാർ കാർഡ് അവർ കൊടുക്കുകയാണല്ലോ. അങ്ങനെയാണ് അവർ കേരളത്തിൽ വരെ വരുന്നത്. ഇപ്പോ വെസ്റ്റ് ബംഗാളിൽ സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നതോടുകൂടി ഇത്തരം അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ്. ഇപ്പോ ഹൈവേകളും ഇടവഴികളും ഒക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ, പണ്ട് ഇന്ത്യ പാക് വിഭജനത്തിന് സമയത്ത് ഹിന്ദുക്കളെല്ലാം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടും മുസ്ലിങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ടും ഒഴുങ്ങി പോകുന്നത് പോലെയാണ് ഇപ്പോ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ നിന്നും ബംഗ്ലാദേശികൾ ബംഗ്ലാദേശിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.